ഇന്നലെ വൈകുന്നേരത്തുണ്ടായ അപകടത്തിലാണ് മലയാളിയായ നവീനടക്കം 3 വിദ്യാർത്ഥികൾ മരിച്ചത്. റാവൂസ് IAS സ്റ്റഡി സർക്കിളിലെ അശാസ്ത്രീയമായ ഈ അണ്ടർഗ്രൗണ്ട് നിർമ്മാണവും ഓട വൃത്തിയാക്കാത്തതും ഇപ്പോൾ ഇതിനകം തന്നെ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. എറണാകുളം സ്വദേശിയായ നവീനാണ് മരിച്ചിരിക്കുന്നത്. ആദിൽ പാലോട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, 3 പേരിൽ ഒരാൾ മലയാളി എന്ന വാർത്തയാണ് വരുന്നത്. ഈ വാർത്ത സ്ഥിരീകരിച്ചോ? ഒരു അനൌദ്യോഗിക വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇവിടെ എത്തിയ ഒരു IPS ഉദ്യോഗസ്ഥരാണ് ഈ വിവരം നമ്മോട് പങ്കുവച്ചത്. എറണാകുളം സ്വദേശി നവീൻ അവസാനം കണ്ടെടുത്ത മൃതദേഹം അത് മലയാളിയുടേതാണ് എന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു. മലയാളിയുടേതാണ് എന്ന വാർത്ത പുറത്തുവരുന്നു. എറണാകുളം സ്വദേശി നവീനാണ് മരിച്ചത് എന്നതാണ് ഇപ്പോൾ ആദ്യം ലഭിക്കുന്ന വിവരം. ഇപ്പോൾ മൃതദേഹം മോർച്ചറിയിലാണ്, സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണുള്ളത്. വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ റിപ്പോർട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത. ഈ 3 വിദ്യാർത്ഥികളിൽ ഒരാൾ മലയാളിയാണ് എന്നുള്ളതാണ്. ദാരുണമായ സംഭവം. നമ്മൾ ഇന്നലെ കണ്ട വാർത്ത, ഈ റാവൂസ് IAS സ്റ്റഡി സർക്കിളിലെ ബേസ്മെന്റിലുള്ള ലൈബ്രറിയിലേക്ക് വെള്ളം ഇരച്ചു കയറിയാണ് ഇന്നലെ ഈ എറണാകുളം സ്വദേശി നവീനടക്കം 3 വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. അവർക്ക് തിരികെ കയറി വരാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്ക് വെള്ളം ഇരച്ചു വരികയായിരുന്നു. അവർ ആ വെള്ളക്കെട്ടിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇപ്പോൾ തലസ്ഥാനത്ത് തുടരുന്നുണ്ട്. ആദിൽ പാലോടാണ് ഈ വിവരം ആദ്യം പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് വിദ്യാർത്ഥി, ഈ നവീൻ്റെ ബാക്കി വിവരങ്ങൾ നമ്മൾ അന്വേഷിച്ച് വരുന്നതേയുള്ളൂ. എറണാകുളം ബ്യൂറോയോട് അലേർട്ട് ചെയ്തിട്ടുണ്ട്. എറണാകുളം ബ്യൂറോ ഇപ്പോൾ ഈ നവീനെ അന്വേഷിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ മറ്റ് വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഒരു IPS ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ആദിൽ പാലോടിനോട് പറഞ്ഞതാണ് മരിച്ചതിൽ 3 പേർ വൺ ഫ്രം കൊച്ചി, കേരളൈറ്റ് എന്നാണ് പേര്, നവീനാണ്. ഇത്രയും വിവരങ്ങൾ മാത്രമാണ് കൈമാറിയിരിക്കുന്നത്. നമുക്ക് ആദിൽ പാലോട്, ഈ IAS സ്റ്റഡി സർക്കിളിലെ മറ്റ് വിദ്യാർത്ഥികളുടെ നവീനെ അറിയാമോ? നവീൻ ഏത് സ്ഥലക്കാരനാണ് എന്ന വിവരം കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. ഒരു സിവിൽ സർവൻ്റായി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ നാട്ടിൽ നിന്ന് കയറിപ്പോയ മനുഷ്യനാണ് ഇപ്പോൾ, ആ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ജീവനറ്റ് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. രക്ഷിതാക്കൾ ഇത് എത്രമാത്രം സഹിക്കുമെന്ന് നമുക്കറിയില്ല. അവരെ അല്പസമയം മുമ്പ് രക്ഷിതാക്കളെ ഡൽഹിയിൽ നിന്നും പോലീസ് വിളിച്ച് ഈ വിവരം അറിയിച്ചിട്ടുണ്ട്, ബ്രീഫ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഈ വിദ്യാർത്ഥിയുടെ കൂടുതൽ ഡീറ്റെയിൽസ്, അദ്ദേഹത്തിൻ്റെ സ്ഥലം എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാം. വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്, നടുക്കുന്നൊരു വാർത്തയാണ്. തലസ്ഥാന നഗരിയിൽ സിവിൽ സർവീസ് ആസ്പിരൻസ് ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലമാണ് ഓൾഡ് രാജേന്ദ്ര നഗർ. അവിടെയുള്ള IAS അക്കാഡമിയായ റാവൂസ് സ്റ്റഡി സർക്കിളിലെ താഴത്തെ നിലയിൽ വെള്ളം കയറിയാണ് ഈ 3 വിദ്യാർത്ഥികൾ മരിച്ചത്. അതിലൊരാൾ മലയാളിയാണ് എന്ന വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കൂടി നമ്മെ തേടിയെത്തുന്നു. ആദിൽ പാലോടിനോട് ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ അനൗദ്യോഗികമായിട്ടാണ് ഈ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിരിക്കുന്നത്.